ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ലോക യൂണിവേഴ്സിലെ ചാപ്റ്റർ 1 ചന്ദ്ര വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 50 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം വമ്പൻ തീവാറുന്ന കുതിപ്പാണ് സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൊമിനിക് അരുൺ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നസ്ലിൻ, കല്യാണി പ്രിയദർശൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ ആദ്യ ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 2 കോടി 70 ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 3 കോടി 35 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച 4 കോടി 65 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമയുടെ കേരള കളക്ഷൻ. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 10 കോടി 70 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ ആദ്യ ദിവസം 23 ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച 40 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. മൂന്നാം ദിവസം ഇന്നലെ ശനിയാഴ്ച 1 കോടി 25 ലക്ഷം രൂപയാണ് കർണാടക കളക്ഷനായി സ്വന്തമാക്കിയത്. 3 ദിവസം കൊണ്ട് കർണാടക കളക്ഷനായി 1 കോടി 88 ലക്ഷം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര, തെലങ്കാനയിൽ ആദ്യ 2 ദിവസം കൊണ്ട് 55 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് പതിപ്പ് ഇന്നലെ തിയേറ്ററിലെത്തിയോടെ ഇന്നലെ മാത്രം 1 കോടി 35 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം 3 ദിവസം കൊണ്ട് ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 1 കോടി 90 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 15 ലക്ഷം രൂപയും രണ്ടാം ദിവസം 30 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തതെങ്കിൽ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് പുറത്തിറങ്ങിയിരുന്നു. ഇന്നലെ മാത്രം തമിഴ്നാട്ടിൽ 1 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 1 കോടി 55 ലക്ഷം രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 92 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 17 കോടി രൂപയാണ്. ചിത്രം വിദേശ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. ഓവർസീസ് കളക്ഷനായി ആദ്യ 3 ദിവസം കൊണ്ട് 23 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് 40 കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. ഇനി 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ ഇന്നും 5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്ന് ഞായറാഴ്ചയിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 15 കോടി രൂപയുമാണ്. അങ്ങനെ 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 20 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനാണ് സാധ്യത. അപ്പോൾ ആദ്യ 4 ദിവസം കൊണ്ട് 50 കോടിയല്ല, 55 കോടിയല്ല, 60 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. മോഹൻലാൽ നായകനായി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച ലോക സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ സിനിമയാണ് ഹൃദയപൂർവ്വം. മികച്ച ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈൻമെന്റ് സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്ത ഹൃദയപൂർവ്വം എന്ന സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 3 കോടി 26 ലക്ഷം രൂപയും രണ്ടാം ദിവസം 2 കോടി 21 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 2 കോടി 56 ലക്ഷം രൂപയായിരുന്നു. ടോട്ടൽ 8 കോടി 3 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 3 ദിവസത്തെ കേരള കളക്ഷൻ. കർണാടകയിൽ നിന്ന് ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തത് 86 ലക്ഷം രൂപയാണ്. ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 10 ലക്ഷം രൂപയും തമിഴ്നാട് കളക്ഷനായി 49 ലക്ഷം രൂപയുമാണ് 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 18 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 10 കോടി 20 ലക്ഷം രൂപയാണ് 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. ലോക സിനിമയുടെ കളക്ഷനെ പോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ കളക്ഷനും ഇന്ത്യൻ കളക്ഷനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിദേശ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. 3 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ 10 കോടി 20 ലക്ഷം രൂപയാണെങ്കിൽ വിദേശ കളക്ഷൻ 12 കോടി 80 ലക്ഷം രൂപയാണ്. ആദ്യ 3 ദിവസം കൊണ്ട് 23 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നും 2.5 കോടി റേഞ്ചിൽ കളക്ഷനാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ആദ്യ 4 ദിവസം കൊണ്ട് 10 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6.5-7 കോടി റേഞ്ചിലാണ്. ആദ്യ 4 ദിവസം കൊണ്ട് 30 കോടി റേഞ്ചിലാണ് ഹൃദയപൂർവ്വം നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ഫഹദ് ഫാസിൽ, ലാല്, കല്യാണി പ്രിയദർശൻ എന്നിവർ പ്രധാന താരങ്ങളായി അൽത്താഫ് സലീം തിരക്കഥ സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയ്ക്ക് വേണ്ടത്ര പ്രതീക്ഷ നിലനിർത്താനായിട്ടില്ല. ആദ്യ ദിവസം കേരള കളക്ഷനായി 75,50,000 കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 37,50,000 മാത്രമാണ് കളക്ട് ചെയ്തത്. ആദ്യ 2 ദിവസം കൊണ്ട് 1 കോടി 13 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. മൂന്നാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 30-35 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഫൈസൽ ഫസലുദ്ദീൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഓണം റിലീസായി ഓഗസ്റ്റ് 29 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് മേനെ പ്യാർ കിയ. ഹൃദു, ഹറുൺ, പ്രീതി മുകുന്ദൻ, അസ്കർ അലി എന്നിങ്ങനെയാണ് ഈ സിനിമയുടെ താരങ്ങൾ. സിനിമ പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും അതനുസരിച്ചുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭ്യമായിട്ടില്ല. രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 8,85,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ആദ്യ 2 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് 26,10,000 രൂപ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ. മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 10-12 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഏകദേശം 38 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.